ഹലോ ചെങ്ങായിമാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പള്ളിമാനിയുടെ വൈറൽ പ്രോൺസ് ബിരിയാണി റെസിപ്പിയാണ്. പക്ഷേ അത് എൻ്റെ സ്റ്റൈലിൽ ഒന്ന് റീക്രിയേറ്റ് ചെയ്തപ്പോൾ സംഭവം വേറെ ലെവലായി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാട്ടോ. അഥവാ ഇൻഗ്രീഡിയൻസ് കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്, അതിൽ പ്രിപ്പറേഷനിലോട്ട് അങ്ങ് പോയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 3 സവാള നൈസായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 പീസ് ഇഞ്ചി, 3 വെളുത്തുള്ളി, 3 പച്ചമുളക് എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ 5 ചെറിയ ഉള്ളി കൂടി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ തക്കാളി നൈസായി മുറിച്ച് വെച്ചിട്ടുമുണ്ട്. അല്പം കറിവേപ്പിലയും മല്ലിയിലയും കൂടി നമുക്ക് വേണം. ഞാൻ ബിരിയാണിയിൽ പൊതുവെ പുതിനയില ഇടാറില്ല, പക്ഷെ പേർലിയിട്ട കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ബിരിയാണിക്ക് ആവശ്യമുള്ള അരി എടുത്തു വെക്കാം. ഞാൻ ഇവിടെ ബസ്മതിയാണ് ഉപയോഗിക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ കൈമ തീർന്നു പോയി ഗൈസ്. നിങ്ങൾക്ക് കൈമയും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 2 കപ്പ് അരിയിലാണ് ബിരിയാണി റെഡിയാക്കുന്നത്. ശരി, ഇനി ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് ഫസ്റ്റ് ടാസ്ക്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 3/4 കിലോ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുമുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ വരെ ആവാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു മിനിറ്റ് വരെ ഞാൻ നല്ലപോലെ മിക്സ് ആക്കി വെക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഒന്ന് മസാല നന്നായി പിടിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ചെമ്മീൻ ഇപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു അടി കട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, കാരണം എണ്ണയ്ക്കൊക്കെ എന്തൊരു വിലയല്ലേ. അതുകൊണ്ട് തൽക്കാലം സൺഫ്ലവർ ഉപയോഗിക്കാം അല്ലേ. വെളിച്ചെണ്ണയിലും ഇതാക്കി എടുക്കാം കേട്ടോ. ശരി, ചെമ്മീൻ ഫ്രൈ ആക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ചെമ്മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കണം. അതിന്റെ ഷോട്ട് ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ചെമ്മീനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. എൻ്റെ കയ്യിൽ ബിരിയാണി പോട്ട് ഇല്ല കേട്ടോ, അന്ന് വാങ്ങണം. നിങ്ങൾക്കതുണ്ടെങ്കിൽ അത് യൂസ് ആക്കാവുന്നതാണ്. പിന്നെ ഏത് ബ്രാൻഡിന്റെ ബിരിയാണി പോട്ടാ നല്ലേ ഒന്ന് കമന്റ് ബോക്സിൽ സജസ്റ്റ് ആക്കണേ. ശരി, ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചെമ്മീൻ പൊരിച്ച ഓയിലില്ലേ, അത് ബാക്കി വരുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെർലി പറഞ്ഞ പോലെ ആ ചെമ്മീൻ്റെ ഒക്കെ ഫ്ലേവർ അതിലായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പൊ അത് നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇതിന്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മുറിച്ചു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കണം. നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കാം. ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ചതച്ച ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പെർലി പറഞ്ഞ പോലെ ഉള്ളിക്ക് ഉപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പടിയേ സുരങ്കി പോയിടും. എന്താണെന്നറിയില്ല, ആ വ്യക്തി എൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരെ ആ പോസിറ്റിവിറ്റിയും ആ ഒരു സ്മൈലും, എപ്പോഴും പ്ലസന്റ് ആൻഡ് ഹാപ്പി ആയിരിക്കുന്ന അവരെ ഫേസും, കൂടെ തന്നെ ഭയങ്കര മോട്ടിവേഷണൽ മെസ്സേജസും തരും ഇടയ്ക്ക്. അതൊക്കെ നമുക്ക് ഭയങ്കര മോട്ടിവേഷണൽ ആവും. അവരെ വ്ളോഗ്സ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഇരുന്ന് കാണുന്ന ഒന്നാണ് പേർലി മണി ഷോസ്. ടൈം പോകുന്നേ അറിയില്ല. ഞാൻ റിപ്പീറ്റഡ്ലി കേൾക്കുന്ന ഒന്നാണ് ഗുളുഗുളു ടോക്സ്. നിങ്ങൾ കേൾക്കാറുണ്ടോ? സംസാരിച്ച് ഉള്ളിയൊക്കെ ഇതാ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ 1 അല്ലെങ്കിൽ 2 ചേർത്ത് കൊടുക്കണം. തക്കാളി ഒന്ന് നല്ല പോലെ ഉടഞ്ഞു വരട്ടെ. ശരിക്കും പറഞ്ഞാൽ ജീവിതം ജീവിക്കാൻ നമ്മൾ ചിന്തകൾ മാറ്റിയാൽ മതി എന്ന് കേട്ടിട്ടുണ്ട്. പേർലി തന്നെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇഫ് യു ഹാവ് എ ഹെൽത്തി മൈൻഡ് യു ഹാവ് എ ഹെൽത്തി ലൈഫ് എന്ന്. എത്ര സത്യമല്ലേ അത്. നമ്മൾ ഓരോ മിനിറ്റിൽ ചിന്തിക്കുന്ന ചിന്തകളൊക്കെ നമ്മളെ ലൈഫിൽ റിയാലിറ്റി ആവും എന്നൊക്കെ കേൾക്കുമ്പോൾ ഗൂസ് ബംസ് വരും എനിക്ക്. അങ്ങനെ ഞാൻ അതിൽ കുറേ റിസർച്ച് ചെയ്യും. അങ്ങനെ കുറേ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ എനിക്കും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ.
നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ചിന്തകൾ മാറ്റിയപ്പോൾ എന്തെങ്കിലും ലൈഫിൽ നല്ല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ. കുറെ പേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവും. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണൽ ആണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതിന്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ലോയിലാണ് വെച്ചിട്ടുള്ളത്. അത് അവിടുന്ന് ആവുന്ന ടൈം ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള ഫ്രൈഡ് ഓനിയൻ സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും അത് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ലാന്നേ, ജസ്റ്റ് നൈസായി മുറിച്ച ഉള്ളി നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് അതിനുശേഷം ഒരു നുള്ള ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ആക്കി എടുക്കണം. അത്രയേ ഉള്ളൂ. അത് അവിടെ നിന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 വെള്ളത്തിൽ കഴുകി വെച്ച ബസ്മതി അരി ഇട്ട് കൊടുക്കാം. അരി ഇടുന്ന സമയത്ത് തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കണേ. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് തിളച്ച വെള്ളമാണ് കണക്ക്. അതുകൊണ്ട് ഞാൻ ഇവിടെ 2 കപ്പ് അരിക്ക് 3 കപ്പ് തിളച്ച ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അരി നന്നായി മസാലയിലൊന്ന് വറുത്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അരി ഒന്ന് മസാലയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ച ചെമ്മീൻ ഒരു 3/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കണം. ഞാൻ കൂടെ തന്നെ 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ നെയ്യ് ഇല്ലാണ്ട് പിന്നെ എന്തോ രസമല്ലേ. ആ നെയ്യിൻ്റെ ഫ്ലേവറാണ് ബിരിയാണീൻ്റെ ടേസ്റ്റ് തന്നെ. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇത് കണ്ടോ, ഈ കപ്പിൽ 2 കപ്പാണ് ഞാൻ അരി എടുക്കുന്നത്. അതുകൊണ്ട് ഇതേ കപ്പിൽ തന്നെ 3 കപ്പ് തിളക്കുന്ന വെള്ളം നമുക്ക് അരി വേവാൻ ഒഴിച്ചു കൊടുക്കണം. ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പ് വേണോ ചെക്ക് ആക്കണേ ഈ ടൈം. പിന്നെ അരി വെന്ത് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന്. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അരി വെന്തോന്നൊന്ന് നമുക്ക് തുറന്നു നോക്കാം. കുറച്ചുകൂടെ ആവാനുണ്ട്. ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബാലൻസ് വരുന്ന ചെമ്മീൻ ഇതിലേക്ക് ഓരോന്നായി ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. കൂടെ തന്നെ വറുത്തു വെച്ച ഉള്ളിയും അല്പം മല്ലിയിലയും മിക്സ് ആക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബാക്കി വെച്ചേക്കണേ. അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. ലാസ്റ്റ് ഒന്നുകൂടെ ഉള്ളിയും മല്ലിയിലയും മിക്സ് ചെയ്ത് കൊടുത്ത് ലേശം നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ അടച്ചു വെച്ച് വെക്കാം. ഗ്യാസ് ഓഫാക്കിയിട്ടാണ് വെക്കേണ്ടത്. ആ ദമ്മിൽ തന്നെ ഇരിക്കട്ടെ കുറച്ച് ടൈം. ഇതിപ്പോൾ ഞാൻ 5 മുതൽ 10 മിനിറ്റ് വരെ ദമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് തുറന്ന് നോക്കാം. എൻ്റെ സാറേ, എന്തൊരു മണ! എൻ്റെ അമ്മ ഒക്കെ ഇട്ടില്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരിക. എൻ്റെ പേർലി, സൂപ്പർ റെസിപ്പി. ഞാൻ ഇത് പോയി കഴിച്ചിട്ട് വരട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പേർലിയോട് ഒരു വലിയ നന്ദി, ഇത്രയും നല്ലൊരു റെസിപ്പി പറഞ്ഞു തന്നതിന്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സേഫായി ഇരിക്കണേ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണേ. അപ്പം ശരി.